കണ്ണൂർ പെരളശ്ശേരിയിൽ വീടിന് മുന്നിൽ സ്ഫോടക വസ്തു എറിഞ്ഞു. BJP ഓഫീസ് കെട്ടിടം വാടകയ്ക്ക് നൽകിയ M. ശ്യാമളയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അരുൺ ഭൂപറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. അരുൺ, കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കരുതുന്നു. SKN ഇന്നലെ രാത്രി 10:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. പെർളശ്ശേരി സ്വദേശിയായിട്ടുള്ള M. ശ്യാമളയുടെ വീടിന് മുന്നിൽ, നമ്മൾ ഇപ്പോൾ ആ സ്ഥലത്താണുള്ളത്, വീടിന് മുന്നിലെ ഈ നടപ്പാതയിലാണ് ഈ സ്ഫോടക വസ്തു എറിഞ്ഞത്. അതിന്റെ പാടുകളൊക്കെ നമുക്ക് കാണാം. വലിയ ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഇത് അറിഞ്ഞത്. അങ്ങനെ ശബ്ദം കേട്ടപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ വലിയ പുക പടലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഈ ശ്യാമള ഉൾപ്പെടെ വീട്ടിലുണ്ട്, പക്ഷേ അവർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ തയ്യാറല്ല എന്നതാണ് പറഞ്ഞത്. പോലീസിൽ അതുമായി ബന്ധപ്പെട്ട ചക്കരക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിൽ ആ പരാതിയിൽ പറയുന്നത് ഇവിടെ BJPയുടെ ടൗൺ കമ്മിറ്റി ഓഫീസിന് വേണ്ടി വാടക കെട്ടിടം, അതായത് കെട്ടിടം വാടകയ്ക്ക് നൽകിയിരുന്നു. ഇതിന്റെ വിരോധത്തിലാണ് ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരമൊരു സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് സംഘം രാവിലെ തന്നെ ഇവിടെ എത്തി പരിശോധനയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. BJPയുടെ ചില നേതാക്കൾ ഇവിടെ ഉണ്ട്. എന്താണ് സംഭവിച്ചത്, എന്താണ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്? പിന്നെ പെരളശ്ശേരി ടൗണിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ടൗൺ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നാളെ നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ആ ഓഫീസിന്റെ പ്രവർത്തനത്തിന് വേണ്ടി വാടകയ്ക്ക് തന്നിട്ടുള്ള വീട്ടിന്റെ ഉടമസ്ഥയെ അവരെ ഭീഷണിപ്പെടുത്തുകയും നിരവധിയായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രി 10:30 ഇവരെ വീട്ടിന് നേരെ ബോംബ് എറിഞ്ഞിട്ടുള്ളത്. ഇതുമാത്രമല്ല, കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയുടെ തലേന്ന് ഇവിടുത്തെ ഓട്ടോ ഡ്രൈവറെ ട്രിപ്പ് വിളിച്ചുകൊണ്ടുപോയി പെരളശ്ശേരി വടക്കുംപാടിനടുത്തുള്ള ചന്തോട്ടത്തുപടി വിളിച്ച് ക്രൂരമായി ആക്രമിക്കുകയും വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഉണ്ടായി. നിരവധിയായി ഈ സംഘടനാ പ്രവർത്തനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന, സംഘടനാ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് CPMന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഈ ജനാധിപത്യ വിരുദ്ധതയെ തുറന്നുകാട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നാളെ BJP പെരളശ്ശേരി ടൗണിൽ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.